പണ്ട് പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങുന്ന കഥ പറഞ്ഞവരാണ് നമ്മളിൽ പല പാരൻസും, അല്ലെ? നമ്മുടെ ഈ കഥയുടെ ഒരു മോറൽ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മളാണ് തീരുമാനിക്കുക. ഇപ്പൊ നമ്മൾ കുട്ടിയെ ഉറക്കുകയാണെങ്കിൽ കുട്ടി ഉറങ്ങി കഴിയുമ്പോൾ കഥ തീരും. അതല്ല, ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഭക്ഷണം എപ്പോൾ കഴിച്ചു കഴിയുന്നു അപ്പോഴാണ് ഇത് അവസാനിക്കുക, ഈ കഥ. ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞ് വളർത്തിയ ഒരു ജനറേഷനൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്കൊക്കെ ഇവരുടെ ശ്രദ്ധ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പിച്ചൊക്കെ ഒന്ന് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുറുക്കൻ ചാടി വീണെന്ന് പറയുമ്പോൾ കുട്ടി നമ്മളിലേക്ക് ആ ശ്രദ്ധ കൊണ്ടുവരുന്ന ഒരു സമയമൊക്കെ. ആ സമയത്ത് ഒരുപാട് എന്താ പറയാ, നല്ല നല്ല കാര്യങ്ങളൊക്കെ പാരന്റും കുട്ടിയും തമ്മിലുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. ഇപ്പോ മൊബൈൽ ഫോണാണ് നമുക്ക് പകരം കഥ പറയുന്നത്. നല്ല മനോഹരമായിട്ട് BGM ഒക്കെ ഇട്ടിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫോൺ ഇല്ലാതെ കുട്ടിയെ വളർത്തണം, ടെക്നോളജിയെ മാറ്റി നിർത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷേ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഫോണിനെ ഒന്ന് മാറ്റിവെച്ച് ആ കുട്ടിയുടെ കൂടെ ഇരുന്നിട്ട് അതിനെ ഈ ഭക്ഷണം കാട്ടിക്കൊടുത്ത്, ഇത് മൃദുവാണോ, അതല്ലെങ്കിൽ ഇത് ഹാർഡായിട്ടുള്ള സാധനമാണോ, ഇത് ചവച്ച് കഴിക്കണോ, വിഴുങ്ങണോ, ഇതിന്റെ കളർ എന്താണ്, എന്താണ് ഇതിന്റെ പേര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടിക്കൊടുത്ത് കൊച്ചു കൊച്ചു കഥകളിലൂടെ, പുറത്തെ കുറച്ച് കാഴ്ചകളിലൂടെയൊക്കെ ഒന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഫുഡ് കൊടുക്കാനായിട്ട് നോക്കുക. എന്തായാലും ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അത്രയും സമയമെങ്കിലും ആ കുട്ടിയുമായിട്ട് നല്ലൊരു വൈകാരികമായ ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാരൻസ് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ തന്നെയല്ല, നമ്മള് ഈ കുട്ടി കഴിക്കുന്നത് നമ്മൾ പലപ്പോഴും ഈ ഫോണൊക്കെ വെച്ചു കൊടുക്കുന്നത് ഇവരിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുമ്പോൾ നമ്മിങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ അവരതിങ്ങനെ അറിയാതെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടി വയറ് നിറയുന്നത് അറിയുന്നുണ്ട്. അത് കഴിയുമ്പോൾ എനിക്ക് മതി എന്നുള്ള രീതിയിൽ അവർ പറയാനായിട്ട് തുടങ്ങും. ഇങ്ങനെയൊക്കെയാണ് ഓരോ ഡെവലപ്മെന്റ് നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയമെങ്കിലും, ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ TVയും മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങൾ കുട്ടിയോട് കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.